ഞാനത് ഈ കള്ള റിപ്പോർട്ട് പോകുന്നു എന്ന് പറഞ്ഞ ഈ റിപ്പോർട്ടിൽ ഒപ്പിടുന്നവൻ പോലും കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കയറേണ്ടി വരും, ജയിലിലും പോകേണ്ടി വരും. താങ്കൾക്ക് എന്നെ പറ്റി വല്ലതും അറിയോ? അല്ല, ഒരു മിനിറ്റ്. ഇന്ത്യയിൽ ഈ 2024 ഫെബ്രുവരിയിൽ 972 ഈ ആനിമൽ ആക്ട് അമെൻമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തതാണ് ഞാൻ. ഇപ്പൊ രാജിവെക്കുമ്പോൾ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് നേരിട്ട് സ്പീക്കർക്ക് സമർപ്പിക്കണം എന്ന് ഈ ആക്ട് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ കൽക്കട്ടയിലായതുകൊണ്ട് നേരിട്ടൊന്ന് കൊടുക്കാൻ സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് മെയിൽ വഴി അയച്ചത്. ആ മെയിൽ വഴി അയച്ച സന്ദേശത്തിൽ ഇങ്ങനെ തിങ്കളാഴ്ച ദിവസം നേരിട്ട് നൽകും എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി രാജി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട സ്പീക്കർക്കാണ്. രാജി സ്വീകരിക്കണം എന്നും ആ ലെറ്ററിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതാണ് രാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്നതാണ് നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനം, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജിവെക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല കൽക്കട്ടയിലേക്ക് പോയത്. കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദീദി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും ഞാൻ വിശദീകരിച്ചൊരു കാര്യം, നമ്മുടെ നാട് നേരിടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം വന്യജീവി ആക്രമണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും കേരളത്തിലെ 70% ഫോറസ്റ്റ് ആണെന്നും ആ 70%-ൽ ഏകദേശം 30-35% ഈ രീതിയിൽ മനുഷ്യർ കൊല ചെയ്യപ്പെടുകയാണെന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് രാജ്യത്തിന്റെ പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് വനം വളരെ കുറവാണ്. അവർക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിമിതമായ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അവരപ്പം എന്നോട് സൂചിപ്പിച്ചു, ആസാം അവർക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം, ആസാമിൽ ഇതേപോലെ തന്നെ വലിയ വിഷയമാണ്, അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. ആ നിലക്ക് പാർട്ടിയുമായി സഹകരിച്ച് പോകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ വിഷയം അവരുന്നയിക്കും. ബഹുമാനപ്പെട്ട പാർട്ടി AICC നേതാവായ രാഹുൽ ഗാന്ധിയുമായി ഇന്ത്യ മുന്നണി നേതാക്കളുമായും ഈ വിഷയം അവർ ഡിസ്കസ് ചെയ്യും. ഇന്ത്യ മുന്നണി ഏകകണ്ഠമായി ഈ വിഷയത്തെ പാർലമെന്റിൽ ഉന്നയിക്കുകയും 1972 ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി അതിനെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ വന്യമൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും കൃത്യമായ അതിനൊരു പ്ലാൻ ഉണ്ടാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ അവർ തയ്യാറാണ് എന്ന് എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിയമസഭാ അംഗം എന്ന നിലക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് ഒട്ടനവധി നിയമ തടസ്സങ്ങളുണ്ട്. ആ നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് പാർട്ടിയുടെ ഒരു കോർഡിനേറ്റർ എന്ന നിലക്ക് ഞാൻ നിൽക്കാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി അതിനുവേണ്ടി രാജിവെച്ച് പാർട്ടിയിൽ ഒഫീഷ്യലായി ചേരുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയൊരു വിഷയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ മലയോര മേഖലയിൽ ജീവിക്കുന്ന 13ഓളം സംസ്ഥാനങ്ങളിലെ ആളുകൾ കൂടി ഉള്ളൊരു വിഷയമാണ്. സ്വാഭാവികമായും ഇനി അതിന് സമയം കളയാതെ നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. നിങ്ങളുടെ ഈ MLA-ഷിപ്പ് കേരളത്തിലെ മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്കായി നിങ്ങൾ സമർപ്പിക്കുക. ആ സമർപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഉടനെ തന്നെ പാർട്ടി തലത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ ലീഡർഷിപ്പുമായി ഞാൻ ബന്ധപ്പെടുകയും നിലമ്പൂരിൽ എന്നെ സ്ഥിരമായി എനിക്ക് പിന്തുണ നൽകുന്ന വ്യക്തികളുമായി സംസാരിക്കുകയും മലയോര മേഖലയിലെ ബിഷപ്പുമാരുമായി സംസാരിക്കുകയും
കേരളത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയാണ് ഈ വിഷയം നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മലയോര കർഷകരുടെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ അറിയുന്ന പ്രധാനപ്പെട്ട 3-4 ബിഷപ്പുമാർ, അപ്പോൾ അവരൊക്കെ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ വേണോ, അതല്ലാതെ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാനതിൻ്റെ കാര്യങ്ങൾ പരിപൂർണമായും വിശദീകരിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പാർലമെന്റിൽ ഈ വിഷയം ഏറ്റെടുക്കാൻ ഇത്രയും ധൈര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആവശ്യം അതാണെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിക്ക് വിടുകയാണ്, നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുകയും രാജിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 11-ാം തീയതി ആ രാജി ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് എൻ്റെ ഒഫീഷ്യൽ മെയിൽ വഴി അയച്ചു കൊടുക്കുകയും ഇന്ന് നേരിട്ട് ആ അയച്ച മെയിലിൻ്റെ ഹാർഡ് കോപ്പി കൈമാറുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്കറിയാം, ഇന്ന് ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം 1-ാം ഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ADGP അജിത് കുമാർ, മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്, പിന്നീട് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഈ 3 ആളുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആയിരുന്നു ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉന്നയിച്ചിരുന്നത്. ഞാൻ അങ്ങനെ ഉന്നയിക്കാനുണ്ടായത് 2 സാഹചര്യമാണ്. ആ 2 സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സാഹചര്യം സുജിത് ദാസിന്റെ ഇടപെടൽ മലപ്പുറം ജില്ലയിൽ, അദ്ദേഹം 3.5 വർഷക്കാലം അവിടെ SP ആയി നിന്നിരുന്ന കാലത്ത് അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ഒരു സമുദായത്തെ ക്രിമിനലുകളാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. അനാവശ്യമായ കേസുകൾ, ഒരു ബൈക്കിൽ 3 ആൾ യാത്ര ചെയ്താൽ 3 ആളുകളുടെ പേരിൽ FIR ഇടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള വലിയ കള്ളക്കടത്ത് നടക്കുന്നു. നിരവധി തവണ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അത് ബോധിപ്പിച്ചാൽ 1 തവണയും 2 തവണയല്ല. അതുപോലെ തന്നെ ക്യാമ്പ് ഹൗസിലെ മരമുറി പുറത്തു വന്ന സമയത്ത് ഞാനത് ഇന്റിമേറ്റ് ചെയ്തതാണ്. ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയായി, പാർട്ടിക്കുള്ളിൽ ചർച്ചയായി, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളിൽ ചർച്ചയായി. പക്ഷേ ഒരു ആക്ഷനിലേക്കും ഇത് പോകാത്തൊരു ഘട്ടം വരുമ്പോൾ ഞാനിനി എന്ത് ചെയ്യണം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ആ പാർട്ടിയോട് 8 ചില്ലാനം വർഷമായി ആ പാർട്ടിക്ക് വേണ്ടി നിലനിന്നൊരു വ്യക്തി എന്ന നിലക്ക് ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ ലീഡർഷിപ്പിനോട് ഞാൻ ചോദിക്കേണ്ടായി. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അവർ പറഞ്ഞു, ഈ ശശിയെയും അജിത് കുമാറിനെയും നിർത്തി ഇനി മുന്നോട്ട് പോയാൽ കേരളത്തിൽ പാർട്ടി ഉണ്ടാവില്ല എന്നവരെ. ഞങ്ങൾക്കതറിയാം. കാരണം വലിയ പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക്, ലീഡർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ, മറ്റു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സജീവമായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. ആ നിലക്ക് നിങ്ങളെ പാർട്ടി സഖാക്കൾ നിങ്ങളത് കൺസിഡർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു മെമ്പർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പറയാനുള്ള ഞങ്ങളെക്കാളുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളത് പറയണം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിന്റെയും കൂടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് ഈ ഘട്ടത്തിൽ ഇത് എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിരുന്ന നേതാക്കന്മാർ പോലും പിന്മാറുന്ന ഘട്ടം വന്നു. അവർ പിന്മാറുന്നത് എപ്പോഴാണ്? ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അതിലേക്ക് ഞാൻ ഒരിക്കലും ചേർത്ത് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ആ നിമിഷം വരെ, അദ്ദേഹം എന്നെ തള്ളിപ്പറയുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയത് ഈ P ശശിയുടെയും അജിത് കുമാറിന്റെയും കോക്കസിന്റെ അകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തുമെന്നാണ് ഞാനും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് എന്നെ തള്ളി പറയുകയും ഞാനാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഞാൻ നടത്തിയ പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ഷീറ്റ് നൽകുകയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നൽകിയത്. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള എന്താ പറയാ, എന്റെ അന്വേഷണവും കണക്കുകൂട്ടലുകളുമാണ്
ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് എന്നത്. മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും ഞാൻ അതിനെ തിരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തതോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഈ പറയുന്ന CPM-ന്റെ ലീഡർഷിപ്പ് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവാണ്. ആരാണോ എന്നെ ഇതിലേക്ക് നിയോഗിച്ചത് ആ ആളുകൾ പിന്നെ ഫോൺ എടുക്കാതാവുകയാണ്. ഞാൻ 2 ദിവസമേ ശ്രമിച്ചുള്ളൂ. 2ാമത്തെ ദിവസത്തോടു കൂടി ആ ഫോൺ വിളി ഞാൻ പരിപൂർണമായും നിർത്തി. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നും അവര് എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ്, ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത്, അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകരുത്, ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എന്റെ ഫോൺ എടുക്കില്ല, എന്നെ അറിയില്ല. അപ്പോൾ അതാണ് ഒരു ഭാഗം. അത് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതാണ് ഒരു ഭാഗം. 2ാമത്തെ ഭാഗം എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്, ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA-ക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. ഞാൻ ആ ഉന്നയിച്ച സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പ്, ആ ഡേറ്റും മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ്, ആ സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. ഒരു മനുഷ്യനെ എന്താ പറയാ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് എന്താ പറയാ ഏകാംഗമായി ആക്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് മായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണ്, ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സഭ അപ്പം ചോദിച്ചു, ഇത് സഭാരേഖകൾ അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തോളൂ. നിങ്ങളത് മനസ്സിലാക്കണം, ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ചു പറഞ്ഞല്ല. സ്പീക്കർക്ക് പരാതി നൽകി, ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത്. അപ്പോ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ്. അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഈ വ്യക്തിപരമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിലും ആ പാർലമെന്റ് ഇലക്ഷന്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ്, അതിന്റെ ഒരു 2, 3, 4, 5 മാസം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത. അപ്പോ എന്നെ പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു. അവർ എഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം, ഞാനൊരു വാക്ക് ചോദിച്ചു, ശശിയേട്ടാ ഇതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എൻ്റെ പ്രസംഗം എന്താ പറയാ ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യണം. കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമ ഫേസി അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു, ഞാൻ പല ഘട്ടത്തിൽ അത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിയിരിക്കണം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആ പ്ലാനിങ്. അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം. ഇനി നമ്മുടെ മലയോര വിഷയവുമായി ബന്ധപ്പെട്ടാൽ ഇപ്പോൾ വരുന്ന ഈ ബില്ല് അമെൻമെന്റ്, ഇത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന അമെൻമെന്റാണ്. ഇവിടെ സാധാരണ നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യാറുള്ളത്, മുഖ്യമന്ത്രി അടക്കം വനമന്ത്രി അടക്കം MLA ആയ ഞാനടക്കം ജനങ്ങളോട് ഈ വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്കിതിൽ പരിമിതിയുണ്ട്, ഇത് കേന്ദ്ര നിയമങ്ങളാണ്, അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിനോടൊപ്പം ഇത് 1961 സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഒരു വനനിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള വനനിയമമുണ്ട്. പക്ഷെ അത് കേന്ദ്ര നിയമത്തിനോട് യോജിക്കുന്നതായിരിക്കണം. ആ വനനിയമത്തിലാണ് ഇവിടെ ഭേദഗതി വരുത്തുന്നത്. അതിൽ ഏറ്റവും വലിയ ഭേദഗതി, നിങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങളിത് മലയോര കർഷകരുടെ മാത്രം പ്രശ്നമായി കാണണ്ട. തിരുവനന്തപുരം ടൗണിൽ കുരങ്ങിനെ കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് ഇന്ന് രാവിലെ MLA ഓഫീസിൽ വന്ന് ഒരാളെന്റെ അടുത്ത് പറയാണ്, സാറേ ഇത് വിടരുത് കേട്ടോ, ഞങ്ങളൊക്കെ ജനലും വാതിലും അടച്ചാ ജീവിക്കുന്നതെന്ന്. പന്നി, സെക്രട്ടേറിയറ്റ് വളപ്പില പന്നി. അപ്പൊ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന അവസ്ഥയിലേക്ക് പോവാണ്. 1.5 കോടി ജനങ്ങൾക്ക് എന്തായാലും ജീവിക്കാൻ വയ്യ. അപ്പം ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഈ ഒരു വിഷയത്തിലെ ഒരു പിന്മാറ്റം നമ്മൾ എല്ലാ ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ്. അവരുടെ ആവശ്യം ജനങ്ങൾ പ്രതിസന്ധിയിലായി പ്രയാസത്തിലായി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങണമെന്നാണ്. അതാണ് അവരുടെ ആവശ്യം. അപ്പൊ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അധികമായ അധികാരം കൊടുക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല. ഫോറസ്റ്റ് ഓഫീസുമായോ ഡിപ്പാർട്ട്മെന്റുമായോ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്നിട്ട് വേണം നടപടി സ്വീകരിക്കാൻ. പക്ഷേ ഈ അമെൻമെന്റ് എന്ന് പറയുന്നത് പോലീസിനുള്ള അതേ അധികാരം ഫോറസ്റ്റിലേക്ക് കൈമാറുകയാണ്. എക്സ്ട്രാ അഡീഷണൽ പവേഴ്സ് ദേ ആർ ഗിവിംഗ് ടു ദ ഫോറസ്റ്റ്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന് പറയുന്നത് എന്താണ്? ഈ ഫോറസ്റ്റിന്റെ ഏരിയകളിലൊക്കെ വലിയ ഗ്യാങ്ങുകളുണ്ട്, അവരുടെ ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കുക. ഗ്യാങ് എന്നുള്ള വാക്കാണ്. നിങ്ങൾ ആ ഇംഗ്ലീഷ് അവിടെ ഇതെടുത്ത് വായിക്കണം, എന്താ പറയാ, അമെൻമെന്റ് എടുത്ത് വായിക്കണം. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഗുണ്ടാസ് ആണ് ഗ്യാങ്. മലയോര മേഖലയിൽ ജീവിക്കുന്നവരെ ഗ്യാങ് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അമെൻമെന്റ് ചോദിക്കുന്നത്. ആ അമെൻമെന്റ് ഇവിടെ പാസ്സായാൽ ഇപ്പം നടക്കുന്ന രീതിയിൽ ഒരു സമരം നടത്താനോ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനോ സാധിക്കില്ല. നേരിട്ട് അറസ്റ്റ് ചെയ്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ റിമാൻഡ് ചെയ്യാനുള്ള അധികാരം കൂടിയാണ് കൊടുക്കുന്നത്. ഇതാരാ പാസ്സാക്കുന്നത്? ഇവിടെ മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടാണ് ഈ കരട് പ്രഖ്യാപിക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ എന്താ പറയാ കാവൽക്കാരെന്ന് പറയുന്ന മാണി കോൺഗ്രസിന്റെ മന്ത്രിമാരുൾപ്പെടെയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്ത് ഒപ്പിട്ടിരിക്കുന്നത്. എങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ കഴിയും? ഈ വിഷയം ഇത്രയും സജീവമായത് നിങ്ങൾക്കറിയാം എന്റെ ഒരു അറസ്റ്റോട് കൂടിയാണ്. എനിക്കൊരു ദിവസം ജയിൽവാസം കിടക്കേണ്ടി വന്നാലും നിങ്ങളടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെക്കുറിച്ച് അലർട്ടായിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയം അതീവ ഗൗരവമാണ്. ഒരു കാരണവശാലും ഈ ബില്ല് ഈ നിയമസഭയിൽ അമെൻമെന്റ് വരാൻ പാടില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളോട് ഈ വിഷയത്തിൽ പറയാനുള്ളതാണ്, വരാൻ പാടില്ല. ഇനി ദിവസങ്ങളേ ഉള്ളൂ. അതിശക്തമായ കേരളത്തിനെ മുഴുവൻ എന്താ പറയാ സ്തംഭിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് ആ ബില്ല് പിൻവലിക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ട നടപടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ഇവിടെ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ രാജി പ്രഖ്യാപിക്കുന്ന സദസ്സിൽ പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, പിന്നെ നിങ്ങളുടെ അടുത്ത ആകാംക്ഷ, നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. കാരണം
ഇവിടെ ഈ സർക്കാരിന്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. ഞങ്ങൾ ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മമതാ ബാനർജിയെ ബംഗാളിൽ പോയി കണ്ട് ഞാൻ നേരിട്ട് ഈ പറയുന്ന മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനെ എന്താ പറയാ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിസത്തിന്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ബൈ ഇലക്ഷനിലായിരിക്കും. അതുകൊണ്ട് പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കണം, ഇനി എത്ര ദിവസമല്ലേ ഈ പിണറായിസം? 482 ദിവസം ഇനി ബാക്കിയുള്ളത്. ആരും അധികം കൊമ്പൊന്നും കോർക്കണ്ട. 482 ദിവസം അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. ഇന്ന് തുടങ്ങുകയാണ്. PV അൻവർ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. അത് നമുക്ക് കാണാം. അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ്. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം DIC ഉണ്ടായതിനു ശേഷം ഒരു 30% ആളുകൾ DIC തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കാറ്റേഡായി കിടക്കുകയാണ്. അവരൊക്കെ പല പാർട്ടിയിലുമായി പോയി, പലതിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. ഇവരെയൊക്കെ സ്വരൂപിക്കും. പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്, അവജ്ഞ അനുഭവിച്ചു നിൽക്കുന്നവരുണ്ട്. പിണറായിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ മൗനികളായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. ഇവരെ മുഴുവൻ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും. ആ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതില് എനിക്ക് നിലമ്പൂരിലെ കാര്യത്തില് കേരളത്തിലെ പ്രതിപക്ഷ UDF നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിലമ്പൂർ ഒരു മലയോര മേഖലയാണ്. സ്വാഭാവികമായിട്ടും ആ മലയോര മേഖലയിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആ മലയോര മേഖലയിൽ നിന്നുള്ള കൃത്യമായി ഈ വിഷയങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. തീർത്തും നമുക്കറിയാം, കാസർഗോഡ് തൊട്ട് തൃശ്ശൂർ വരെ വരുന്ന മലബാർ 73 നിയമസഭാ സീറ്റുകളുണ്ട്. ആ 73 നിയമസഭാ സീറ്റിൽ പകുതിയിലധികം മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ മലയോര മേഖലയിലുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവരാണ് ഈ വന്യമൃഗശല്യത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ, അവരെയാണ് ഇത് ബാധിക്കുന്നത്. പലരും വിറ്റുപോകാൻ നിൽക്കുക കിട്ടുന്ന വിലക്ക്. സ്വാഭാവികമായും സണ്ണി ജോസഫ് നമുക്കറിയാം, നിയമസഭയിൽ എല്ലാ നിയമസഭാ സമ്മേളനത്തിലും അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ സ്വാഭാവികമായും രാജിവെച്ചൊഴിയുമ്പോൾ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDFന് മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിന്റെ ഉള്ളിലാണ്. ജോയിന്റെ വീട്ടിന്റെ മുന്നിൽ ആനയാണ്, ഇപ്പുറത്ത് പന്നിയാണ്, അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ കാട്ടിയാണ്, ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിംഹമാണ്. പലപ്പോഴും ജോയ് എന്നോട് പറഞ്ഞു, അൻവർക്ക നമ്മളിവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലല്ലോ, നമ്മൾ വിറ്റ് ടൗണിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ, ജീവിക്കാൻ വയ്യട്ടോ, കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്? ഈ പറയുന്ന DCC പ്രസിഡന്റ് ജോയ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക്, ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലക്ക് DCC പ്രസിഡന്റ് V ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. ഏത് CPM നേതാവാണ് താങ്കളോട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളത്? അല്ല, അങ്ങനെ ഞാനത് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടല്ലേ. അല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, അതൊക്കെ അവര് ഒരു മിനിറ്റ് അല്ല, അതില് ഞാൻ എന്റെ നയം വ്യക്തമാക്കാം. അതിലെന്റെ നയം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ വ്യക്തിപരമായി അവരെ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്. അവരെന്നെ വഞ്ചിച്ചു എന്നുള്ളത് ശരിയാണ്. അതേ അർത്ഥത്തിൽ അത് തിരിച്ച് ഞാൻ പറയുക എന്ന് പറയുന്നത് എന്റെ സംസ്കാരത്തിനും എന്റെ വ്യക്തിപരമായ വിശ്വാസത്തിനും അത് യോജിക്കാത്തത് കൊണ്ട് ആ ആളുകളെ നമ്മളതിൽ വെളിപ്പെടുത്തുന്നില്ല. ഇത്രയും പറയാലോ, CPM തന്നെ പിണറായിക്കെതിരെ നീക്കം ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ടായി.
അതിന്റെ ഒരു വക്താവായ അതിന്റെ ഒരു താങ്കളെ ചുമതല ഏൽപ്പിച്ചു വിടുകയായിരുന്നു, അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണല്ലോ, അങ്ങനെയാണല്ലോ വന്നത്. താങ്കൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ മാപ്പ് പറഞ്ഞു. താങ്കൾ നേരത്തെ ഉന്നയിച്ച ഇതുപോലെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും നേരത്തെ വാടകയ്ക്ക് പറഞ്ഞതുപോലെ സമാനമാണെന്ന് ആളുകൾക്ക് തോന്നില്ലേ? അതിനു മുമ്പ് കേട്ടില്ല ക്വസ്റ്റ്യൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ കാര്യത്തിൽ മാപ്പ് പറഞ്ഞു. ഇപ്പോൾ പി ശശിയെതിരെ അടക്കമുള്ളവർക്കെതിരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ള ഇപ്പോഴുള്ള തുറന്നു പറച്ചിൽ ഇത് UDF-ലേക്ക് എത്താനുള്ള ഒരു വഴിയാക്കി താങ്കൾ കാണുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാൻ പറ്റും? തെറ്റു പറയാൻ പറ്റില്ല. അവരങ്ങനെ വിചാരിക്കട്ടെ, അതിന് പറ്റില്ലല്ലോ, അവരെ വിചാരം മാറ്റാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർ ചോദിച്ച കൺഫ്യൂഷൻ. ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ താങ്കൾ വളരെ സമുന്നത മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ആവർത്തിക്കുകയും ചെയ്തത്? ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുകയാണ്. പറഞ്ഞ ആരോപണങ്ങളൊക്കെ പോട്ടെ, ഞാൻ ഡോക്യുമെന്റ് കൊടുത്ത കാര്യമാണ്, വിജിലൻസിന് കൊടുത്ത ഡോക്യുമെന്റാണ് ADGP അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനം. ആ ഫയല് വിജിലൻസ് ഡയറക്ടർ മാറ്റിയിരിക്കുകയാണ്. ഞാനത് ഈ കള്ള റിപ്പോർട്ട് പോകുന്നു എന്ന് പറഞ്ഞ ഈ റിപ്പോർട്ടിൽ ഒപ്പിടുന്നവൻ പോലും കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കയറേണ്ടി വരും, ജയിലിലും പോകേണ്ടി വരും. ഞാൻ കൊടുത്ത ഡോക്യുമെന്റിനെ വളച്ചൊടിച്ചൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹം മടക്കിയത്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് സമാധാനം പറയേണ്ടിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞാണ്, ആരാണോ ഇതിൽ കളിക്കുന്നത് ആ ബാക്കിയുള്ള തെളിവ് വെച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ. ഹൈക്കോടതിയിൽ ഞാൻ പോകും, ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഞാൻ ഇടപെടുന്നു പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ഡയറക്ടർ മടക്കിയിരിക്കുന്നത്. അങ്ങ് AKG സെന്ററിലെത്തി ഗോവിന്ദമാഷെ കണ്ടിരുന്നു, അങ്ങ് പലപ്പോഴും ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമാകുമ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഏറ്റവും സമുന്നതരായിട്ടുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും അവർ നൽകിയ പിന്തുണയാണ് അതിനൊരു ശക്തി പകർന്നതെന്നും പറയാമോ? അങ്ങ് എന്തുകൊണ്ടാണ് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. ഒരു മിനിറ്റ്, നിങ്ങളെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ അവരുപയോഗിച്ച വാക്ക് ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ശ്രേണിയിലുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാൻ ഇറങ്ങുമോ? അത്ര വിവരക്കേടൊന്നും എനിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല, പേര് മറച്ചു വെക്കുന്നത് എന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്. ഒന്ന് പേര് മറച്ചു വെക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ അവരും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരും. ഒന്നുകിൽ അവരെ തുറന്നു കാട്ടേണ്ടി വരും. രണ്ട്, താങ്കൾക്ക് ശശി വന്നൊരു കാര്യം പറയുന്നു, താങ്കൾ അത് പോയി ദേവസ്വം ഉന്നയിക്കുന്നു സതീഷിനെതിരെ. അതുപോലെ താങ്കളെ കുടുക്കിയതായിക്കൂടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ? അല്ല, ഒരിക്കലും അല്ല. അത് എനിക്കും ബോധ്യപ്പെട്ടല്ലേ. ഞാനതിൽ അങ്ങേയറ്റം പോരാട്ടം നടത്തിയ, മറ്റതിൽ നമ്മൾ ഒരു പോരാട്ടം, ഒരു എൻക്വയറി നടത്തിയിട്ടില്ല. ഞാൻ ADGP അജിത് കുമാറും P ശശിയുമായി ഈ പറയുന്ന സാജൻ സക്കറിയ വിഷയത്തിലാണല്ലോ ഞാൻ ഉടക്കുന്നത്. ആ സാജൻ സക്കറിയ വിഷയത്തിൽ അവരെ ഉടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് സംതിങ് സംവെയർ ഈസ് റോങ്. അതിനുശേഷമാണ് ഞാൻ വ്യക്തിപരമായി ഈ അന്വേഷണമായി പോകുന്നത്. ഈ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ എറണാകുളത്ത്, ബോബി ചെമ്മണ്ണൂര്. എന്താ ചെയ്ത കുറ്റം നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മളതിലേക്ക് കിടക്കുന്നില്ല. അതിലും വലിയ മാരകമായ കുറ്റം ചെയ്ത, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരുത്തൻ ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് വിളമ്പുകയാണ് അല്ലേ? വല്ല നിയമമുണ്ടോ? വല്ല IT ആക്ടും ഉണ്ടോ? ആ നിയമത്തിന്റെ എല്ലാ നൂലിഴകൾ കീറി മുറിച്ച് സുപ്രീം കോടതിയിലെ ഏറ്റവും ലീഗൽ ഒപ്പീനിയൻ നൽകുന്ന സീനിയർ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയിട്ട് കൂടിയാ കൊടുക്കുന്നത്. ഇന്ന പ്രകാരം ഇവൻ ഇതിന് കുറ്റവാളിയാണ്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66F പ്രകാരം അവനെ കേസെടുക്കാം. ആ കേസെടുത്താൽ അത് നോൺ ബെയിലബിൾ ആണ്, അത് IT ടെററിസം ആണ് എന്ന് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ പോകുന്ന സീനിയർ ലോയർമാർ ഒപ്പീനിയൻ കൊടുത്ത കേസിലാണ് അവന് നടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ത് താപ്പാ എന്ന് പറയാ? എന്ത് താപ്പാ പറയാ? അപ്പം ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള സ്ഥിതി. ആരത് അരൾ ഷൗക്കത്ത് പറയുന്നത്? ആര്യാടന്റെ മകനാ. ഉള്ളിപ്പം സിനിമക്ക് എടുത്ത് നടക്കുന്ന കേട്ടത്. പുതിയ കഴിഞ്ഞ തവണയല്ല,
കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശ് അല്ലേ മത്സരിച്ചു? അതിന് മുമ്പ് മത്സരം, അതിന് ശേഷം പുള്ളി എന്റെ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. അല്ല, അതപ്പോ നമുക്ക് ആലോചിക്കാന്നേ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യമായ കല്യാണത്തിനൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ ബാപ്പുട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. ശ്രേണിയിലുള്ള നേതാക്കളാണ് എന്ന് പറഞ്ഞു. താങ്കൾ ഈ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് പി ജയരാജൻ അടക്കമുള്ള പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താങ്കളെ ശ്രേണി എന്ന് ഉദ്ദേശിക്കുന്ന കണ്ണൂരിൽ നിന്ന് തന്നെയാണോ? നിങ്ങൾ ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ തൽക്കാലം ജയരാജേട്ടനെയും അത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട. അതുകൊണ്ടൊരു ക്ഷീണം അവർക്കുണ്ടാണ്. എന്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ, അവർക്ക് അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവണ്ട. നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ജയരാജനെ നിങ്ങൾ കാണും. അല്ല, അതിൽ ആകെ കൺഫ്യൂസ്ഡ് ആണ്, എല്ലാരും കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ആരും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി എന്നെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ ഞാന് പുള്ളി രാവിലെ സ്റ്റേറ്റ്മെന്റ് നടത്തി, ഞാൻ വൈകിട്ട് പറയുന്നു പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇവരൊക്കെ എന്നെ കാല് പിടിച്ചു, നിങ്ങളിപ്പോ പറയില്ലേ നമുക്ക് നോക്കാം, വിൽ ടേക്ക് കെയർ, നമുക്ക് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. എന്നെ കള്ളനാക്കിയിരിക്കണം, ബാക്കിയൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞത് നമ്മൾ അവജ്ഞയോടെ തള്ളുന്നു പി ശശിയെ പറ്റി, കാട്ടുകള്ളനെ പറ്റിയിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അതിൽ വലിയ കള്ളനാണല്ലേ? ADGP അജിത് കുമാർ പൊന്നും മോന്, അദ്ദേഹത്തെ കുറിച്ച് എന്താ ഈ പറയുന്നത്? അപ്പൊ അതിന്റെയൊക്കെ റിവേഴ്സ് മീനിങ് എന്താ? ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ. പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊരു വളരെ സതുദ്ദേശത്തിൽ ഇറങ്ങിയ ഒരു വിഷയത്തില് എന്നെ ഒരൊറ്റ അടിക്ക് അടിച്ചിടാം. പിന്നെ പറഞ്ഞ എന്താണ്, ഗവർണർ കേസ് പറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, മറ്റേ ഫോൺ ചോർത്തല് അതും വരുന്നുണ്ട്. ഇങ്ങനെ ഭയപ്പെടുത്തല് ഇപ്പൊ പിടിച്ച് ജയിലിലിട്ടല്ലോ. ഇനിയിപ്പോ ഞാൻ ഇന്നത്തോടു കൂടി എന്താ എല്ലാ പ്രിവിലേജും പോവാണ്. പലരും പറഞ്ഞതാ. ഞാന് എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും പ്രൊട്ടക്ഷന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു പ്രിവിലേജിന്റെ പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ 1.5 കോടി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എന്റെ ഈ രാജി കൊണ്ട് ഈ നിയമസഭയിൽ വരുന്ന ഈ ബില്ല് പിൻവലിക്കപ്പെട്ടാൽ അത് മതി എനിക്ക്. എന്റെ ഞാൻ പറയട്ടെ, എന്റെ 45 ഞാൻ 9ാം ക്ലാസ് ക്ലാസ് ലീഡറായി 1979 തുടങ്ങിയ പൊതുപ്രവർത്തന. ആ 45 കൊല്ലത്തെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ 3 അക്ഷരമായിരുന്നു. ആ 3 അക്ഷരമാണ് ഈ 1.5 കോടി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിലെനിക്ക് ഒരു പേടിയില്ല. താങ്കൾ പി ശശി പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് താങ്കൾ ഒരു ചാവേറായി മാറുകയാണ് ചെയ്തത്. മാത്രമല്ല, ആ അത്തരത്തിലുള്ള രാഷ്ട്രീയ താങ്കൾ ഈ നവമാധ്യമങ്ങളുടെ മറ്റും വലിയ തോതിലുള്ള CPM-ന് വേണ്ടിയുള്ള അധിക്ഷേപങ്ങൾ താങ്കൾ നടത്തുകയും ചെയ്തു. അപ്പൊ ഇതിലൊക്കെ ഇപ്പൊ ഖേദമുണ്ടോ? ഒന്നും കൂടി ചോദിച്ചാൽ എന്റെ മൈൻഡോടെ പോയി. താങ്കൾ ഒരു ചാവേർ എന്ന കണക്കാണല്ലോ ശശി എഴുതിയിട്ടുന്ന ടൈപ്പ് ചെയ്തുന്ന സാധനം വിളിച്ചു പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെതിരെ. അത് മാത്രമല്ല, താങ്കൾ CPM-ന് വേണ്ടി ഈ സൈബർ ഹാൻഡിലൂടെ ഒക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങളോ അധിക്ഷേപങ്ങളോ അഴിച്ചുകൂടിയത്. ഇതിലൊക്കെ ഇപ്പൊ ഖേദമുണ്ടോ? അല്ല, അങ്ങനെ ഈ കാര്യത്തിൽ എനിക്ക് ഖേദമുണ്ട്. ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിഷയം അതാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഗതി. മറ്റതൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്താ പറയാ, നമ്മൾ ആ ഘട്ടത്തിൽ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും വേറെ ആരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. എനിക്ക് എന്റെ ബോധ്യങ്ങളാണ് ഞാൻ ആ കാര്യങ്ങൾ അന്ന് പിണറായി വിജയനെതിരെ വലിയൊരു ആരോപണം നേതാക്കൾ UDF-ലേക്ക് പ്രവേശിക്കാൻ ഏതാണ്ട് താല്പര്യം പ്രകടിപ്പിച്ചത് പരസ്യമായി. അതിന് ഏതെങ്കിലും UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ CPM-മായി താല്പര്യമുള്ള ബന്ധമുള്ള ഏതെങ്കിലും നേതാക്കൾ തടസ്സമായി നിന്നോ? ആരും നിന്നില്ല. തിരുവനന്തപുരത്ത് നേതാക്കളെ കാണാൻ വന്നിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ.
അത് കൂടിക്കാഴ്ച ഉൾപ്പെടെ നടന്നുമില്ല. നടന്നില്ല നിങ്ങളല്ലേ പറയുന്നത്. യുഡിഎഫിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. അപ്പോഴേക്കും താങ്കൾ നിലമ്പൂരിൽ പൂർണ്ണ പിന്തുണ യുഡിഎഫിനാണ് എന്ന് പറയുന്നു. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ കാര്യവും എന്റെ പാർട്ടിയുമായി ആലോചിച്ച് നമ്മളുടെ പാർട്ടി നിലപാടിന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ആ നിലപാടാണ് നമ്മൾ പറയുന്നത്. UDF ആണ് UDFന്റെ നിലപാട് എന്താ പറയാ വിവരിക്കേണ്ടത്. അതിലിപ്പോ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. നമ്മൾ നിരുപാധിക പിന്തുണ ജയിലിൽ നിന്ന് ഇറങ്ങിയ അന്ന് നിരുപാധിക പിന്തുണ കൊടുത്ത് ഈ പിണറായിസത്തെ കേരളത്തിന്റെ മണ്ണിൽ അവസാനിപ്പിക്കാൻ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 123 സീറ്റിലാണ് അന്ന് UDF ലീഡ് ചെയ്തത് 2019. ആ 123 നിയമസഭാ മണ്ഡലം കേരളത്തിൽ UDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ നേടുന്ന രാഷ്ട്രീയ പ്രക്രിയക്ക് അണ്ണാരക്കണ്ണന് എന്താ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നിലമ്പൂരിൽ ഈ പറയുന്ന ജോയി അവിടെ നിർത്തി മത്സരിപ്പിച്ച നിങ്ങൾ എഴുതി വെച്ചോ, 30,000 തൊട്ട് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് ജോയി ജയിച്ചു കയറുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലാണ്. പക്ഷേ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ താങ്കൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അത് നിലമ്പൂര് ഞാൻ രാജിവെച്ച ഒഴിവില്ല. അപ്പൊ അവിടെ എനിക്ക് ചെറിയൊരു സേ ഉണ്ടാവും. ഞാൻ ചോദിച്ചത് യുഡിഎഫിനകത്തേക്ക് ഇനി വരണമെങ്കിൽ എന്തായാലും കത്ത് കൊടുക്കണം. കാരണം മുന്നണി ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ മുന്നണി ചില മര്യാദകളുണ്ടാവും. അപ്പോൾ അത് നൽകുമോ ഇനി തൃണമൂൽ? അത് ആദ്യമേ എനിക്ക് സ്പീക്കർ എന്റെ രാജി സ്വീകരിക്കണം. രാജി സ്വീകരിച്ചു കഴിഞ്ഞാലേ എനിക്ക് തൃണമൂൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സ്പീക്കർ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് സ്വീകരിക്കും. മെമ്പർഷിപ്പ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ലീഡർഷിപ്പുമായി കൂടി ആലോചിച്ചിട്ട് എന്ത് വേണമെന്നൊരു ആലോചന നടത്തും. ആ ആലോചനയിൽ കത്ത് കൊടുക്കണമെന്നാണ് തീരുമാനമെങ്കിൽ ആ കത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ UDFന് കൊടുക്കും. കുറച്ച് പ്രയാസമായിരിക്കും. ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ ഒരു മിനിറ്റ് ഇനി അല്ല. അപ്പൊ ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ എനിക്കതെല്ലാം അവിടെ വോട്ടില്ല. എനിക്ക് എറണാകുളത്തിലാണ് വോട്ട് ചെയ്യേണ്ട എന്റെ ആളുകൾ അവിടെ ഉണ്ടല്ലോ. അതെന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹം കഥ എഴുതണം. എന്തിനാ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾ കഥ എഴുതുകയാണ്. പ്ലീസ്. അവിടെ UDFനെ പിന്തുണച്ചില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അവിടെ CPMന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങില്ലേ അവിടെ? അല്ല, അതൊക്കെ നമുക്ക് അപ്പം ആലോചിക്കാണ്. താങ്കൾ ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതെ, TMCയുടെ ഭാഗമാണ്. എനിക്ക് ഇനിയുള്ള പറയാം, ഒരു ഇലക്ഷനിലേക്ക് ഇനി പോകണമെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഞാൻ അതിന്റെ പണിക്കിറങ്ങണം. എനിക്ക് എന്റെ സ്ഥാനം ഉറപ്പിക്കാനാണെങ്കിൽ ഇപ്പൊ എന്റെ സ്ഥാനം കൈവിടേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഉദ്ദേശം ഈ 140 മണ്ഡലങ്ങളിലെ ഈ വനമേഖലയിൽ പ്രത്യേകിച്ചും ഈ 10-60 നിയമസഭാ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് 100 കണക്കിന് കർഷക സംഘങ്ങളുണ്ട് അവിടെ. SC ST വിഭാഗം, ST വിഭാഗം, ഒരുപാട് സംഘടനകളുണ്ട്. ഇവരെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ഓട്ടത്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ നിലമ്പൂർ പോയി നിൽക്കണേ 3 മാസം അതിന് ഇനി മെനക്കെടണം. സമയമല്ല ഇവിടെ. ഞാൻ ഈ പറഞ്ഞ 481 ദിവസമുള്ളത്. ഓരോ ദിവസവും വാരിയബിൾ ആണ്. അപ്പോൾ 2019 123 UDFനെ ഉയർത്തിക്കൊണ്ട് വരികയും 17 ഇവിടുത്തെ LDFനെ താഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ വലിയ മഹാനായിട്ടല്ല പറയുന്നത്. അതേ പറഞ്ഞ അണ്ണാരക്കണ്ണന് എന്താ ചെയ്യാൻ പറ്റുക? ഈ 63 മണ്ഡലം നിങ്ങളൊന്ന് പരിശോധിക്കണം. 2011, 2016, 2021 ഈ 3 നിയമസഭയെ നിങ്ങൾ എടുത്താൽ 63 സീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് CPMന്റെ കയ്യിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാറ്റമില്ലാതെ. ഈ 61 സീറ്റിൽ 22 സീറ്റ്, 63 സീറ്റിൽ 22 സീറ്റ് 6250 വോട്ടിന് താഴെയാണ് CPM ജയിച്ചിട്ടുള്ളത്. അതിൽ 300 വോട്ട് വരെ ഉണ്ട് നമ്മളെ കുറ്റിയാടി. അപ്പോൾ അവിടെ ഒരു 5000 വോട്ട് ഈ പറയുന്ന 23 മണ്ഡലങ്ങളിൽ പുതുതായിട്ട് UDFന് പിടിക്കാൻ കഴിഞ്ഞാൽ ആ 23 CPMന്റെ കയ്യിൽ നിന്ന് പോയി. അതുപോലെയുള്ള വേറെ ചില മണ്ഡലങ്ങളുണ്ട്, ഒരു 15-20 മണ്ഡലങ്ങൾ. അവിടെയൊക്കെ പ്രത്യേകമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി UDF പ്ലാൻ ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പോയാൽ അത് കിട്ടും, ഇങ്ങനെ പോയാൽ ഇത് കിട്ടുമെന്നുള്ളത്. ഇവിടുത്തെ ഒരുപാട് സാമുദായിക സംഘടനകൾ, ചെറുകിട സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, പഞ്ചായത്ത് തലത്തിലുള്ള ചില V4 ദിസ് പഞ്ചായത്ത്, V4 എടവണ്ണ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സാമൂഹിക സംഘടനകളുണ്ട്. ഇതൊക്കെ വലിയ ശക്തിയാണ്.
ഇതൊന്നും ഇവരൊന്നും ആരും കാണാറില്ല. അപ്പൊ ഇത്തരം സംഘടനകൾ, സോഷ്യൽ ക്ലബ്ബുകള്, നമ്മ കർഷക സംഘടനകളോടൊപ്പം നിൽക്കുന്ന അല്ലാത്ത യൂത്തിന്റെ ക്ലബ്ബുകള്, ഇവരൊക്കെ നോൺ പൊളിറ്റിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, മലയോര മേഖലയിൽ 10% ആളുകൾ വോട്ട് ചെയ്യാൻ തന്നെ പോകുന്നില്ല. എന്താ കാരണം? ആർക്ക് ചെയ്തിട്ട് എന്താ എന്ന വികാരം അവർ പ്രകടിപ്പിക്കുകയാണ്. അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്കൊരു ധൈര്യം കൊടുത്ത് അവരെ ഒന്ന് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പണികൾ എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോയിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഞാനില്ല. നാലാമത്തെ പാർട്ടിയാണ് ഈ എന്താണ് ഡീല്? എങ്ങനെ നാലാമത്തെ പാർട്ടി മീൻസ് ആദ്യം DMK, SP, കോൺഗ്രസ്, തൃണമൂൽ. ആരാ നിങ്ങളോട് പറഞ്ഞ്? DMK ശരി അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. DMK വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്. DMK കഴിഞ്ഞതിന് ശേഷം തൃണമൂലായിട്ടാണ്. DMK തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഉദ്ദേശിക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. നമ്മളെ തൊട്ടടുത്ത സ്റ്റേറ്റാണ്. 25 ലക്ഷത്തോളം മലയാളികൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി മനുഷ്യന് എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ? അത് നമുക്കൊരു സമ്മിശ്രമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് കേരളത്തിലെ ജനങ്ങൾക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ഗുണകരമാകും, പൊളിറ്റിക്കലി ഞങ്ങൾക്കും ഗുണകരമാകും. ആ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നു. അതിന് ബോംബിട്ടത് പിണറായിയാണ്. എനിക്ക് പല ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇപ്പൊ പറയാൻ വയ്യ. മമതന്റെ കൂടെ ആകുമ്പോൾ പുള്ളിക്കാരി എന്നെ പറയുന്നത് എനിക്ക് നോമിനേഷൻ എന്താ പറയാ, ഇത് തരുന്ന മെമ്പർഷിപ്പ് തരുന്ന ദിവസം അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിന്റെ എന്താണ് എന്നുള്ളത് അവർ വിവരിക്കും. താങ്കളുടെ രാഷ്ട്രീയ ഉദ്ദേശം പിണറായി സത്തെ പൊളിക്കുകയാണല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ CPM-ന് ഈ പിണറായിക്ക് വരെയുള്ള മൂവ്മെന്റിൽ പങ്കെടുത്ത ആളുകളുടെ പേര് വെളിപ്പെടുത്തി താങ്കൾക്ക് എന്താ തടസ്സം? അല്ല, അതിപ്പോ തടസ്സമുണ്ട്. ഞാനും ചോദിക്കട്ടെ ഇതെല്ലാം കൂടെ അപ്പം പറഞ്ഞു വാർത്ത വേണ്ടത്. അല്ലല്ല, ഇപ്പോൾ അത് വെളിപ്പെടുത്തുകയില്ല എന്ന മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. അല്ല, പിന്നീട് എന്റെ മാനസികാവസ്ഥ മാറ്റുന്ന പണി അവരെടുത്താൽ ഇനി വേറെ പലതിനും വരാണ്ട്. അവർക്ക് ഇനി സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ കാര്യം തന്നെ എന്താവുന്നില്ല എനിക്കറിയില്ല. ഒരു യാത്ര തുടങ്ങുകയാണ്. അപ്പൊ ആ യാത്രയുടെ ഭാഗമാവുമോ താങ്കൾ? അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ അല്ല, മലയോര വിഷയത്തിലാണ്. അതെ, മലയോര വിഷയത്തിൽ ഞാൻ അന്നേ പറഞ്ഞില്ല. ആര് യാത്ര നടത്തിയാലും ആര് സമരം നടത്തിയാലും ഞാൻ എന്റെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അവിടുന്ന് P അല്ല, അതൊക്കെ ഇവിടെ റെക്കോർഡുണ്ട്. നമ്മളെ റെക്കോർഡിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ വിട്ടേക്ക്. നിങ്ങൾ ജയരാജ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോ അല്ലെ നിങ്ങൾ ചോദിച്ചില്ലേ? അല്ല, എന്റെ പോക്കറ്റിൽ എന്റെ സാധനം ഇവിടെ ഉണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞപ്പോഴാണ് അങ്ങ് എല്ലാം തിരുത്തിയത്. അപ്പൊ ഈ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ മുഖ്യമന്ത്രി അങ്ങനെ തള്ളി പറഞ്ഞപ്പോ അവരായിട്ട് പിന്നീട് കോൺടാക്ട് ചെയ്തോ? അവർ പിന്നീട് ഒന്നും സഹായിച്ചില്ലേ? അവിടെയാണോ പ്രശ്നമായത്? പിന്നെ 2 ദിവസം ഒരു ഫോൺ എടുത്തില്ലാന്ന്, പിന്നെ വിളിച്ചിട്ടില്ല, നിർത്തി. 3-ാം ദിവസം തൊട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ 48 മണിക്കൂറാ ട്രൈ ചെയ്ത്. പിന്നെ ഫിനിഷ്. പിന്നെ നമ്മൾ വിളിക്കുന്നത് നമുക്കത് മനസ്സിലാവില്ല. ഒരു പോൾ ബ്യൂറോ ഉണ്ട് ഏറനാട് പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ നാട്ടിലേ ഉള്ള ആളല്ല. ആരെ? അതൊക്കെ ഇപ്പൊ എങ്ങനെയാ പറയാ? അല്ല, ഇപ്പത്തെ ഇഷ്യൂ എന്താണ്? ഇപ്പത്തെ ഇഷ്യൂ സഖാവ് പിണറായി സത്തെ താഴെ ഇറക്കുക എന്നുള്ളത്. ദാറ്റ് ഇസ് ദ ഓൺലി അജണ്ട ഇൻ ഫ്രണ്ട് ഓഫ് മീ. അല്ല, എനിക്കൊരു സീറ്റിൽ എനിക്ക് വിജയിക്കാനാണെങ്കിൽ ഇപ്പൊ തന്നെ രാജിവെക്കേണ്ട കാര്യം ഇവിടെ ഇരുന്നാ പോരെ? ഏത്? നമുക്ക് പറയാം. താങ്കൾ ഈ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞ മീൻ ലോറി അടക്കമുള്ളവ പ്രതിപക്ഷ നേതാവിന്റെ ഞാൻ മീൻ ലോറി ഞാൻ എന്റെ നിലമ്പൂരിൽ പറഞ്ഞ ലോറിയല്ല, ഇവര് എഴുതി തന്ന ലോറിയാ. ആ എഴുതി തന്ന കാര്യം ഞാൻ പറഞ്ഞത്. ലോറി അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് പോകേണ്ടത്. അത് പോകേണ്ടിരുന്ന വിജിലൻസ് ആണ്. ആരെങ്കിലും അല്ല എഴുതി തന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി തന്നത്. ആ പാർട്ടിയുമായി ആലോചിക്കാതെ എങ്ങനെ സ്പീക്കർ എനിക്കത് പെർമിഷൻ തരുന്നത്? എങ്ങനെ സ്പീക്കർ? ഞാൻ ഒരു വാറവൽ എഴുതി കൊടുത്താൽ സ്പീക്കർ പെർമിഷൻ തരുമോ? സ്പീക്കർ പെർമിഷൻ തരുന്നത് പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടല്ലേ?
അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താ? നിങ്ങൾക്ക് പി ശശിയോട് തെളിവ് ചോദിച്ചുകൂടായിരുന്നു? അല്ല, പി ശശിയോട് തെളിവൊക്കെ അത് വിജിലൻസിൽ വരുന്നതോട് കൂടിയിട്ട് MLA അത് ആ കാര്യങ്ങളാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. എനിക്കപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 75% എനിക്ക് ബോധ്യമുണ്ട്. 75% ബോധിച്ചുകൊണ്ട് തന്നെയാണ്. 25% ചിലപ്പോൾ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകും, വേറെ വല്ലതും ഉണ്ടാകാം. അതിലപ്പുറം ഇതിനൊരു സാധ്യത അപ്പോൾ ഞാനും എന്നെ മനസ്സിലാക്കുന്നത്. ഏതാ? അതിപ്പോ 200%. പലിശയും കൂടി ചേർത്തിട്ടാ. ലീഗ് പൊതുവിൽ ഒരു സോഫ്റ്റ് പാർട്ടിയാണല്ലോ, നമുക്കറിയാലോ. അല്ലേ? ലീഗ് ഒരിക്കലും ഒരു ഹാർഡ് പാർട്ടി ആയിട്ടില്ല. ലീഗ് ഈസ് എ സോഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി. അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ ഒരു നിലപാടതാണ്. ഇപ്പോ മിനിയാന്ന് ബഹുമാനപ്പെട്ട ക്ലീമിസ് തിരുമേനി വരെ അവിടെ ഉണ്ട്. അപ്പൊ ലീഗിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവിൽ ഇങ്ങനെയാണ്. അപ്പൊ ആ ലീഗിനെ, ആ തങ്ങളെയാണ് ഇപ്പൊ പിണറായി വർഗീയവാദിയാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. RSSകാർ പറയില്ല, RSSകാർ. അത് നമുക്കറിയുന്ന പൊളിറ്റിക്കലി ആ ഘട്ടത്തിൽ അവരോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോഴും, രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ മുസ്ലിം ലീഗിനോട് നിൽക്കുമ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തികളെ ആ ഒരർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കണ്ടേ? അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയെ മുസ്ലിം ലീഗിനെ RSSുമായും STPയുമായും ജമാഅത്ത് ഇസ്ലാമുമായി കൂട്ടിക്കെട്ടാനുള്ള ഈ വെപ്രാളം എന്നാ തുടങ്ങിയത്? ഈ പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ടോട് കൂടിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ മുമ്പ് ഇങ്ങനെ മെല്ലെ പറയുള്ളൂ. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്തായി? മുസ്ലിം ലീഗും അതും പോട്ടെ, ഈ പറയുന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളടക്കം എന്തായി? വർഗീയവാദിയായി. അതിനെന്താ പറയുന്നത്? ഒന്നുകൂടി അടിവരടുന്നത് ശിഹാബ് തങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. ആ ഒരു ലെവലിലേക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ആ ചോദ്യം, മുസ്ലിം ലീഗ് ഈസ് എ സോഫ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവർക്ക് എല്ലാവരോടും ഒരു സോഫ്റ്റ് നിലപാടാണ്. അവര് എന്നോടും ആ സോഫ്റ്റ് നിലപാട് എടുക്കുന്നുണ്ട്. താങ്കൾക്ക് പിന്തുണ നൽകിയ CPMന്റെ നേതൃത്വത്തിൽപ്പെട്ടവര് പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ താങ്കൾ പറഞ്ഞതിന് ശേഷം താങ്കളുടെ വിമർശകരായി രംഗത്ത് വന്നിട്ടുണ്ടോ? അതിന് ധൈര്യം വന്നിട്ടില്ല. ഒരാളുമുണ്ട് അതിന് അങ്ങനെ ആരും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് പറയുമ്പോ നമുക്ക് നോക്കാം. അയാള് സാധുവാണ്. വിജയരാഘവൻ സഖാവിനെതിരെയൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിലമ്പൂർ സ്ഥാനാർത്ഥി ആരാണെന്ന് UDF തീരുമാനിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. ഞാനും ജോയും ഒരുമിച്ച് പ്രവർത്തിക്കും, ഞങ്ങൾക്കിടയിൽ തർക്കമില്ലാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ അവിടെ UDF ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. മൂപ്പര് കഥ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് എത്തിയോ നാട്ടില്? എന്തെങ്കിലും അയാൾ ചെയ്യുന്ന ജോലി ചെയ്തോട്ടെ. ആ കാര്യം നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് റെസ്പെക്ട് ചെയ്യണല്ലോ. ആ കാര്യത്തിൽ പുള്ളി നല്ല കലാകാരനാണ്. ഇത് എഴുത്തില് അപ്പം അത് വെറുതെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ അത് തെറ്റായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഈ നിലമ്പൂരിന്റെ കാര്യം വരുമ്പോൾ അവിടെ ഷൗക്കത്തിനെതിരെ പറയുന്നു, അവിടെ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കുന്നു. അവർ മുന്നണിക്ക് അകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ പരസ്യമായി പറയുന്നത് ശരിയാണോ? അല്ല, ഞാനത് പറഞ്ഞു. എനിക്കൊരു ചെറിയ സേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ റിക്വസ്റ്റഡ് ഡിമാൻഡ് എന്നാണ് ഞാൻ വാക്കുപയോഗിച്ചത്. അല്ലേ? ഇറ്റ്സ് എ റിക്വസ്റ്റ്. അത് കൺസിഡർ ചെയ്യേണ്ട ആരാണ്? UDF ലീഡർഷിപ്പാണ്. സ്വാഭാവികമായി മലയോര മേഖലയിലെ വിഷയം ഏറ്റെടുക്കേണ്ട ആ സമുദായത്തെ ഒരംഗം കൂടിയാണ് അദ്ദേഹം. ഈ 73 മെമ്പർമാരിൽ, അസംബ്ലി മെമ്പർമാരിൽ 3 ആളുള്ളത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ഏകദേശം മലബാറിന്റെ ഈ പറയുന്ന മലയോര മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ 30% ഉണ്ടാവും ക്രൈസ്തവ കമ്മ്യൂണിറ്റി. അപ്പൊ ഇത് അനുഭവിക്കുന്നവർക്കേ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്താ സണ്ണി ജോസഫ് നിൽക്കാതെ പറയല്ലോ എല്ലാ സമ്മേളനത്തിലും. കാരണം പുള്ളിക്കവിടെ ജീവിക്കാൻ വയ്യ. പുള്ളിക്കത് അറിയാം. നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ആ നടക്കുന്ന പീരീഡിൽ എന്ത് പ്രസംഗം സണ്ണി ജോസഫ് നടത്തുകയാണെങ്കിലും അദ്ദേഹം ഇത് കൂട്ടിഘടിപ്പിക്കാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ ഈ ഇഷ്യൂ ഉന്നയിക്കുന്ന ആളാണ്. അതുപോലെയുള്ള ഒരു വ്യക്തിയാണ് ജോയ്. എനിക്കറിയാം. അൻവർക്ക ഈ വീട് വിറ്റ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് വിറ്റ് പോയി എവിടെയും പോവാം. ഈ സാധുക്കൾ എവിടെ പോകും? അതുകൊണ്ട് നമ്മൾ സഹിച്ചു നിൽക്കുക. കുട്ടികളെ ഹോസ്റ്റലിലാക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് ഞാൻ ഈ വിഷയം തുടങ്ങുന്ന മുമ്പ് ജോയ് എന്നോട് പറഞ്ഞിട്ടില്ല നമ്മളിതിൽ എന്ത് ചെയ്യും എന്നവർക്ക. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു മനസ്സ് ചോദിക്കണ്ടല്ലോ. ആ നിലക്കൊരു റിക്വസ്റ്റ് ഡിമാൻഡ്. അതിനുശേഷമാണ് ആകെ ബോംബിട്ട് പൊളിച്ചില്ലേ എന്താ സ്ഥിതി? ആ സമരത്തിന് ശേഷം പലസ്തീൻ വല്ല ബാക്കിയില്ല. അത് പിണറായി പറയില്ല. പലസ്തീനിലേക്ക് നോക്കൂ അല്ലേ? അതൊക്കെ ഈ ഒരു നമ്പറിന്റെ ഭാഗം എന്നല്ലാതെ എന്ത്? ഇതൊക്കെ മനുഷ്യർക്ക് അറിയില്ല.
നേരത്തെ എന്തൊക്കെ കഴിഞ്ഞു പോയി മാഷെ, നമ്മളിപ്പോഴത്തെ പറയാം. അല്ല, അതൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അല്ല, ആ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണല്ലോ ഈ പറയുന്ന വിജിലൻസ് ഡയറക്ടർ അവരുടെ റിപ്പോർട്ട് തള്ളിയത്. ഈ അഴിമതി ആരോപണം ഉന്നയിച്ചത് ഉന്നത ശ്രേണിയിലുള്ള പാർട്ടി നേതാക്കളുടെ അറിവോടുകൂടി ആവശ്യപ്രകാരം. പക്ഷെ ആ അഴിമതി ആരോപണം കറക്റ്റ് ആയിരുന്നില്ല, അപ്പോൾ വെറുതെ കഴിക്കായിരുന്നു. ഏത് അഴിമതി ആരോപണം? അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കറക്റ്റ് അല്ല നിങ്ങളെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ഐ വിൽ ക്ലിയർ യു ദാറ്റ്. ഈ പറയുന്ന മറുനാടനുമായിട്ടുള്ള വിഷയത്തിലാണല്ലോ ഞാൻ ഇവരെ തെറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവരൊരു നിലപാടെടുക്കുന്നത്? എന്താണ് ഇവരുടെ പിന്നിൽ? ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ ദ്രോഹിയെ ഇവർ പിന്തുണക്കുമ്പോൾ ഇവരുടെ മാനസിക നിലപാട്, പല ഇഷ്യൂവിലും ചെറിയ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്നത്. ഈ അന്വേഷിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പാർട്ടി ലീഡർഷിപ്പിനോട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയാണ് ലീഡർഷിപ്പിനെ. അപ്പോഴാണ് അവർ പറയുന്നത്, ഇനി നിങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞല്ലോ, ഇനി നിങ്ങളത് പബ്ലിക്കായി പറയും, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് എന്റെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മറ്റേത് അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ശശിന്റെ മറ്റേ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതും ഇത് നിങ്ങൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം. അത് എനിക്കൊരു ബോധ്യമില്ലാത്ത ഒരു സാധനം എനിക്ക് എഴുതി MLA ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഉന്നയിക്കണം എന്ന് പറയാണ്. ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം ഞാൻ പാർട്ടി ലീഡർഷിപ്പിനെ ബോധ്യപ്പെടുത്തിയതാണ്. എത്ര മാഷന്മാരെ ഇതിലുണ്ട്. അല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ബംഗാളിൽ കോൺഗ്രസോ CPM ഒരു തരത്തിലും തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കുന്ന പാർട്ടികളല്ല. ആരാ പറഞ്ഞ? അതേ സമീപനം ബംഗാളിൽ ചെയ്യാൻ പറഞ്ഞു. അതേ സമീപനം കേരളത്തിൽ കോൺഗ്രസ് എല്ലാം തുറന്നാൽ PV അൻവറിനും ഇവിടുത്തെ തൃണമൂൽ കോൺഗ്രസിനും ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വരില്ലേ? അല്ല, അത് തെറ്റാണ്. ഒരു മിനിറ്റിലേക്ക് ചേർത്ത് വയ്ക്കാൻ കെ മുരളീധരൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താങ്കളുടെ UDF-ലേക്കുള്ള വരവിനെയും വിമർശിച്ചു. അതായത് പുള്ളി ആരെയും തെറ്റിദ്ധരിപ്പിച്ചില്ല. കെ മുരളീധരൻ അന്നും എന്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്, ഇന്നും എന്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യം എന്താണ്, അതായത് ത്രിപുരയിൽ കോൺഗ്രസുമായിട്ട് പ്രശ്നമാണല്ലോ ചോദിച്ചത്. സോറി, ബംഗാളിലെ ഈ വിഷയം ഞാൻ അവിടെ സംസാരിച്ചാണ്, അഭിഷേക് ബാനർജിയുമായി സംസാരിച്ചാണ്. അവരതിന് പറഞ്ഞ മറുപടി, ഈ പറയുന്ന കോൺഗ്രസ് CPM-മായി യോജിച്ചിട്ടാണ് അവിടെ വന്നത്. CPM-മായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. CPM അല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് വന്നിരുന്ന് ഞങ്ങൾ സഹായിക്കുമായിരുന്നു. അപ്പൊ CPM-നെ കോംപ്രമൈസ് ചെയ്യുന്ന വിഷയമില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞതാണ്. അപ്പൊ ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പറഞ്ഞു, ഈ വരാൻ പോകുന്ന ഇപ്പൊ ഞാൻ ഈ രാജിവെക്കുന്നതോടുകൂടി ബൈ ഇലക്ഷന്റെ വിഷയം വരും. അവർ പറഞ്ഞു അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കള് നിലമ്പൂരിൽ വന്നിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കും. ഇതൊക്കെ സംസാരിച്ചിട്ടേ വന്നത്. ഞാൻ ഒന്നും കാണാതെ അന്തം വിട്ട് അങ്ങോട്ട് പോയി അതിലേറെ അന്തം വിട്ട് ഇങ്ങോട്ട് വന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിവിടെ വരാനിരിക്കുന്ന എന്താ പറയാ, ഇതിന്റെ മുകളിലുണ്ടാകുന്ന ഹഡിൽസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്ത മഹുവ മൈത്ര ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് മനസ്സുകൊണ്ടും രാഷ്ട്രീയക്കാർക്ക് വ്യക്തിപരമായും അറിയുന്ന ദേശീയ ലീഡർഷിപ്പ് നിലമ്പൂർ ഇലക്ഷനിൽ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വന്ന് പ്രസംഗിക്കും. അതിന് തർക്കമില്ല. ഈ നിലമ്പൂരിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്ക് മാത്രമാണ് മലയോരത്തെ പ്രശ്നങ്ങൾ അറിയുള്ളൂ എന്ന് താങ്കൾ പറയുമ്പോൾ ഇത്രയും നാൾ അവരെ പ്രതികരിച്ചത് PV അൻവർ അല്ലേ? അപ്പൊ താങ്കൾക്ക് ആ വിഷയം അറിയില്ലെന്നുള്ളതാണ്. ഞാൻ അറിഞ്ഞ ഒരുപാട്. താങ്കൾക്ക് എന്നെ പറ്റി വല്ലതും അറിയോ? അല്ല, ഒരു മിനിറ്റ്. ഇന്ത്യയിൽ ഈ 2024 ഫെബ്രുവരിയിൽ 972 ഈ ആനിമൽ ആക്ട് അമെന്റ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തതാണ് ഞാൻ. ഒരു മിനിറ്റ്. അല്ല, അറിയുന്നോണ്ടാണല്ലോ റിട്ട് ഫയൽ ചെയ്യുന്നത്. ആ റിട്ടിന്റെ കോപ്പി വേണമെങ്കിൽ എന്റെ മെയിലുണ്ട്, താങ്കൾക്ക് ഒരു മിനിറ്റ്. അല്ല, പ്രത്യേക സമുദായമാണ് ഇത് അനുഭവിക്കുന്നത്. നിങ്ങൾ എന്താ പറയാ, മലയോര മേഖലയിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല, അത് ചേട്ടന്മാരല്ലേ, ഒരു കൈയേറിയ ഭൂമിയിലല്ലേ, അത് അവർ അനുഭവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ട്. ഈ മലയോര മേഖല മുഴുവൻ ഡെവലപ്പ് ചെയ്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാ. അവരാണ് സ്കൂൾ ഉണ്ടാക്കിയത്, അവരാണ് കോളേജ് ഉണ്ടാക്കിയത്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടാ ഈ മലബാറിലെ മലയോര മേഖലയിലെ മനുഷ്യന്മാർ വിദ്യാഭ്യാസം നേടിയത്. ആ സമൂഹത്തെ അവർ പൂളച്ചേട്ടന്മാര്, അവർ കയ്യേറിയ ഭൂമിയല്ല, അവര് അവിടെ വന്ന് കൃഷി ചെയ്ത് ഭൂമി വാങ്ങി കുടിയേറിയവരാ. ആ കുടിയേറിയവരെ കയ്യേറിയവരെന്ന് വിളിക്കാനാണ് സമൂഹത്തിന് താല്പര്യം. അവര് വിഷയം അനുഭവിക്കുന്നുണ്ട്, ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ വേണമെന്ന് പറയുന്നത്. എന്റെ സാക്ഷിയാണ്.
PV അൻവർ ആ കമ്മ്യൂണിറ്റി നല്ലല്ലോ, പക്ഷെ താങ്കൾ ഒരുപാട് ചെയ്തെന്നല്ലേ പറയുന്നത്? അല്ല, ഞാൻ ചെയ്യും, ഞാൻ ഇനിയും ചെയ്യും എന്നെ കൊണ്ട്. അല്ല, ചെയ്തുകൂടാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുഭവങ്ങളാണ് മനുഷ്യനെ പഠിപ്പിക്കാറ്. ഞങ്ങൾക്കതറിയാം. കാരണം വലിയ പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക്, ലീഡർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ, മറ്റു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സജീവമായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. ആ നിലക്ക് നിങ്ങളെ പാർട്ടി സഖാക്കൾ നിങ്ങളത് കൺസിഡർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു മെമ്പർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പറയാനുള്ള ഞങ്ങളെക്കാളുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാഭാവികമായും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിരുന്ന നേതാക്കന്മാർ പോലും പിന്മാറുന്ന ഘട്ടം വന്നു. അവർ പിന്മാറുന്നത് എപ്പോഴാണ്? ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അതിലേക്ക് ഞാൻ ഒരിക്കലും ചേർത്ത് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ആ നിമിഷം വരെ, അദ്ദേഹം എന്നെ തള്ളിപ്പറയുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയത് ഈ പി ശശിയുടെയും അജിത് കുമാറിന്റെയും കോക്കസിന്റെ അകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഗൗരവമായൊരു ഇടപെടൽ നടത്തുമെന്നാണ് ഞാനും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് എന്നെ തള്ളിപ്പറയുകയും ഞാനാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ നടത്തിയ പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാ പറഞ്ഞത്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ഷീറ്റ് നൽകുകയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നൽകിയത്. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള എന്താ പറയാ എന്റെ അന്വേഷണവും കണക്കുകൂട്ടലുകളുമാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് എന്നത്. മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും ഞാൻ അതിനെ തിരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തതോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഈ പറയുന്ന CPMന്റെ ലീഡർഷിപ്പ് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവാണ്. ആരാണോ എന്നെ ഇതിലേക്ക് നിയോഗിച്ചത് ആ ആളുകൾ പിന്നെ ഫോൺ എടുക്കാതാവുകയാണ്. ഞാൻ 2 ദിവസം ശ്രമിച്ചുള്ളൂ. 2ാമത്തെ ദിവസത്തോടു കൂടി ആ ഫോൺ വിളി ഞാൻ പരിപൂർണമായും നിർത്തി. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നും അവര് എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ്, ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത്, അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകരുത്, ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എന്റെ ഫോൺ എടുക്കില്ല, എന്നെ അറിയില്ല. അപ്പോൾ അതാണ് ഒരു ഭാഗം. 2ാമത്തെ ഭാഗം എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്, ഞാൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLAക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. ഞാൻ ആ ഉന്നയിച്ച സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പ്, ആ ഡേറ്റും മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ്, ആ സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭക്ക് അകത്തും പുറത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്.